ജഗനേച്ചി. അല്ലാതെ ജഗൻ ഈ കാര്യം അറിഞ്ഞില്ല എന്ന് മാത്രം എന്നോട് പറയരുത്. സുത്രേ, ഞാൻ നിന്നോട് എന്തെങ്കിലും അവഗണന കാണിച്ചാല് എന്നെ നിർത്തിപ്പൊരിക്കുന്നവളാ ഈ കിടക്കണ വന്ദന. ആ വീറും വാശിയൊക്കെ സ്വന്തം ഭർത്താവിനോട് കാണിക്കാൻ പറയടി. ഒരാൾ ഇത്ര വേദനിച്ച് കിടക്കുമ്പോ ഇങ്ങനെ കൊള്ളുന്ന വർത്താനം പറയരുത്. പ്രകാശേട്ടൻ പറയുന്നതില് എന്താ സുത്രടുത്തി തെറ്റ്? ഞാൻ വീണ് കിടക്കുന്നു എന്ന് പ്രകാശേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് വരാത്തത് പോട്ടെ. എന്നു ഫോൺ വിളിച്ച് ചോദിക്കാൻ പാടില്ലായിരുന്നോ ജഗന്? അതാ അതിന്റെ ശരി. ജഗനിപ്പോ വിക്രമായിട്ടല്ലേ കൂട്ട്. അപ്പോ ഇതും കാണിക്കും, ഇതിന്റെ അപ്പുറവും കാണിക്കും. സുത്രേ, നീ വരുന്നുണ്ടോ? എനിക്ക് കിടക്കണം. പ്രകാശേട്ടാ, ജഗൻ വന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. സമയം 11 മണി കഴിഞ്ഞു. വരാനാണെങ്കിലേ അവൻ ഇതിനു മുമ്പേ വന്നേനെ. ഇറങ്ങി പണി. സുത്രടുത്ത് പോയിക്കോ. വന്ദന, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി, ഞാൻ ഇങ്ങോട്ട് ഓടി വരാം. അമ്മയും ചെല്ല്. അച്ഛന് രാത്രി ഗുളിക കളതല്ലേ. അമ്മ പോയില്ലെങ്കിൽ അച്ഛൻ രാത്രി ഗുളിക കഴിക്കാതെ കിടന്നു കളയും. അതൊന്നും ശരിയാവില്ല മോളെ. അമ്മ, എനിക്കൊന്നുമില്ല അമ്മേ. അമ്മ ചെല്ല്. എന്തെങ്കിലും ഉണ്ടായാ ഞാൻ വിളിക്കാം. ഫോണുണ്ടല്ലോ കയ്യില്. ചേട്ടാ, ചേട്ടാ, എല്ലാം കഴിഞ്ഞോ? സമയം എത്രയായി? നേരം വെളുത്തു. 6:15. ഉറങ്ങിക്കിടന്നുകൊണ്ടേ സമയം പോയത് അറിഞ്ഞില്ല. നോക്കി. ജഗ, അടിപൊളി. ഞാൻ എപ്പോഴോ ഇടയ്ക്കൊന്ന് കണ്ണടച്ചു പോയി. പിന്നെ കണ്ണടച്ചു പോയെന്നല്ല, കൂർക്കം വലിച്ചു ഉറങ്ങിന്നാ പറയേണ്ടത്. എടാ, വർക്ക് നന്നായിട്ടുണ്ട്. ഒരു രാത്രി കൊണ്ട് വികസനത്തിന്റെ രേഖ തയ്യാറാക്കിയ നിന്റെ കഴിവിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓ, എല്ലാം റെഡിയാക്കി വെച്ചാ? ആര് റെഡിയാക്കി? ജഗൻ. എന്റെ പൊന്നുമോനെന്ന് മെനക്കെട്ടാൽ നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എടാ, ഇവൻ വേറെ ആരുടെ മോനല്ലല്ലോ, എന്റെ പൊന്നുമോനല്ലേ. ഇനി പ്രിന്റ് എടുത്താൽ മതി അച്ഛാ. എല്ലാം പെൻഡ്രൈവിലാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. തിരക്കിനിടയിൽ ഇന്നലെ വരില്ല എന്നുള്ള കാര്യം വന്ദനെ വിളിച്ചറിയിക്കാനും മറന്നു. അവൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാ മതി. വേണ്ട അച്ഛാ, വന്ദനെ അവിടെ എന്നെ കാണാതെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കാണും. ഞാൻ ഇറങ്ങട്ടെ. അതെ, നിന്റെ അമ്മ നിന്റെ കയ്യിൽ തന്നുവിടാനായിട്ട് അവിടെ എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും എന്റെ മോൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അതും കൊണ്ട് അങ്ങോട്ട് പോയാ മതി. അല്ലെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നം ഇവിടെ നടക്കും. അറിയാലോ അവളുടെ സ്വഭാവം. അച്ഛാ, അത് ഏതായാലും താമസിച്ചില്ലേ, ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോയാ മതി.
വായി നോക്കിയിരിക്കാതെ പ്രിന്റൗട്ട് എടുത്ത് വേണം. ചെയ്യാം ചെയ്യാം ചെയ്യാം. ജഗ, ഇനി അത് മതി. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. അച്ഛൻ പറഞ്ഞ പ്രിന്റ് എവിടെ? എന്തായാലും പ്രിന്റിനുള്ള വഴി നോക്കാം. ഇതെനിക്ക് നിസാരം. വല്ല ഫയലും മിസ്സായ കൊല്ലും ഞാൻ. അയ്യോ, എല്ലാം ഡിലീറ്റ് ആയി പോയി. അവിടെ ഇരിക്കട്ടെ. അയ്യോ, അയ്യോ. വന്ദനേച്ചി, 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 ചേച്ചി, വന്ദനേച്ചി, വന്ദനേച്ചി, എന്താ പറ്റി? ചേച്ചി എന്താ പറ്റിയെന്ന്? ചേച്ചി കഥ ഓർക്ക്. വന്ദനേച്ചി ഒന്ന് തുറന്നേ. ചേച്ചി, വന്ദനേച്ചി, വന്ദനേച്ചി, ചേച്ചി, വന്ദനേച്ചി, വന്ദനേച്ചി, ചേച്ചി എന്താ പറ്റിയെ? ചേച്ചി കണ്ണോർക്ക്. ചേച്ചി, വന്ദനേച്ചി, വന്ദനേച്ചി, ചേച്ചി കണ്ണോർക്ക്. അയ്യോ ചേച്ചി, അയ്യോ വന്ദനേച്ചി. എന്താ എന്തു ചെയ്യരുതേ? എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. വന്ദനേച്ചി, എനിക്ക് വന്ദനേച്ചി കാണണം മനോജ്. ഹരിതേ, നേരെ ഒന്നും വെളുത്തിട്ടില്ല. നീ ഒന്ന് കിടന്നുറങ്ങ്. എനിക്ക് വന്ദനേച്ചി കാണണം മനോജ്. അതിനെന്താ, കാണാലോ. ദേ, നേരെ ഒന്ന് വെളുക്കട്ടെ. നീ ഇപ്പൊ ഒന്ന് കിടന്നുറങ്ങ്. എടി, 5 മണി ആയതല്ലേ ഉള്ളൂ. നീ ഒന്ന് കിടക്ക്. ആ വാ, കിടക്ക്.